പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവനാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 45 വേർഡ്സ് 5. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കാം, കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷെ ഈ ദൈവമല്ലാതെ ഒരു ദൈവമില്ല. ആമേൻ എന്ന തിരുവെഴുത്ത് ഇവിടെ പറയുന്നു. നീ എന്നെ അറിയാതിരുന്നാലും ഞാൻ നിന്റെ അരം മുറുക്കിയിരിക്കുന്നു, നിന്നെ ഉറപ്പിച്ചിരിക്കുന്നു, നിന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ ശക്തി. നീ ഇന്ന് ജീവിക്കുന്നതിന് കാരണം യേശുവിൻ്റെ അദൃശ്യമായ കരം നിന്നെ കാത്തു പരിപാലിക്കുന്നത് കൊണ്ടാണ്, സൂക്ഷിച്ചത് കൊണ്ടാണ്, കാവൽ ചെയ്തത് കൊണ്ടാണ്. അനേക പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന കർത്താവ്, ആ കർത്താവ് തന്നാണ്. നീ അറിയാത്തവനാണ്. എന്നാൽ ഇന്ന് ആ യേശുവിലേക്ക് തിരിയുവാൻ, യേശുവിനെ ജീവിതത്തിൽ ആമേൻ ദർശിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ട് മുൻപോട്ട് തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയും. മറ്റൊന്നും നമുക്കില്ല. ആ യേശുവിൽ ആശ്രയിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.